വായിച്ച തിരുവെടുത്ത് ഒരിക്കൽ കൂടി ഒന്ന് വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിച്ചു. ആത്മാവ് സഹോദരനോട് പറയുന്നത് മാമ തന്നെ വായിച്ചു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആ, ജയിക്കുന്നവന് ഞാൻ ജയിക്കുന്നവന് ആ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. മതി മതി. ദൈവത്തിന്റെ മകത്ത് ചെറുപാസത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 10-30 കൊല്ലം മുമ്പ് കാവാനത്ത് വന്ന് 2 കൊല്ലം അടുപ്പിച്ച് ശരീരദേശം ഞാൻ വിളിച്ചത്. അപ്പൊ അദ്ദേഹത്തിന് എന്തോ തടസ്സം വന്നു. അമ്മച്ചിയും ഇവരെല്ലാം കൂടെ വന്ന് വള്ളത്തിലൊക്കെ കയറി 2 കൊല്ലം അടുപ്പിച്ച് യോഗം നടത്തി. വളരെ അനുഗ്രഹമായിരുന്നു. അത് പെന്തിക്കോസുകാരില്ല, നാട്ടുകാരെല്ലാം കൂടെ സഹകരിച്ചത്. അവിടെ കിടക്കാൻ ഇടയൊന്നുമില്ലായിരുന്നു. കുട്ടനാടിനെ സംബന്ധിച്ച് വളരെ ഇപ്പോഴാഴ്ച മെച്ചോ റോഡും ഒക്കെ വന്നത്. ഇവര് വന്നപ്പം കിടക്കാൻ വീടില്ല. ഒരു സ്ഥലത്ത് കിടക്കാന്ന് പറഞ്ഞ ഒരു സമയത്ത് കാല് വാരി. പെന്തിക്കോസുകാരാ, അവരാണല്ലോ കൂടുതലും. ആ സമയത്ത് പിന്നെ എന്തോ ചെയ്യാന്. അപ്പൊ ഈ കർത്തൃദാസനും അമ്മച്ചിയും പറഞ്ഞു, പാസ്റ്റർ ഒന്നും ഭാരപ്പെടണ്ടെന്ന് പറഞ്ഞു. ഒന്നും ഭാരപ്പെടണം. ഞാന് നിപ്പി 3-4 വീട്ടിൽ ചെന്ന് സഹോദരന്മാരെയും കൂട്ടി കട്ടിലെടുത്തുകൊണ്ട് വന്ന് ഇതുപോലൊരു പന്തലിട്ടിരിക്കുക. ആ പന്തലിന്റെ പുറത്ത് ഒരു ചായ്പ് പോലെ കെട്ടി 4-5 കട്ടിൽ അവിടെ ഇട്ട് ഇവരെല്ലാം അവിടെ കിടന്ന കൊതുകടിയും കൊണ്ട്. പക്ഷെ യോഗം വളരെ അനുഗ്രഹമായിരുന്നു. യോഗം കഴിഞ്ഞ് ഞങ്ങൾ ആറ്റിക്കൊണ്ടുപോയി 12 എണ്ണത്തിന് മുക്കി. സ്തോത്രം. എന്റെ പെങ്ങളും മുങ്ങി അന്ന്. അതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാന് അപ്പച്ചനെ വിളിക്കാനായിട്ട് കൊട്ടാരക്കര താമസിക്കുക. അപ്പൊ അവിടെ വന്നപ്പോ അന്ന് ഇരവിപേര് ഒരു പ്രശ്നം നടന്ന സമയം ക്യാപ്റ്റൻ ഷാമുവേലിനെ അടിച്ചു. പ്രശ്നമാണ്. അപ്പൊ ഞാന് അപ്പച്ചനെ വിളിക്കാനായിട്ട് ഇവിടെ വന്നു. ആശാരിപദേശിയെ വിളിക്കാൻ യോഗം തന്നു. അപ്പൊ ഇപ്പോഴും ഞാൻ ഇന്നത്തെ പോലെ ഓർക്കുന്ന ഒരു ചുട്ടിത്തോർത്ത് കൊടുത്ത് മുറി കുടുങ്ങി ഇങ്ങനെ നടക്കുക, ജ്വലിച്ചു നിൽക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, എവൻ ഏതാന്ന് ചോദിച്ചു. ഞാന് അപ്പൊ കൂടെയുള്ള ആള് പറഞ്ഞു, ഇന്നില്ല കാവാലത്തിൽ നിന്ന് വന്നതാ അപ്പച്ചനെ അങ്ങോട്ട് കൺവെൻഷന് വിളിക്കാൻ. ഇപ്പൊ എനിക്ക് വരാനൊക്കത്തില്ല, എനിക്ക് ഇരവിപേര് യോഗം നടക്കണം. ക്യാപ്റ്റനെ തല്ലിയ സ്ഥലത്ത് എനിക്ക് യോഗം നടക്കണം. അപ്പം എന്നോട് ചോദിച്ചു, നീ അറിഞ്ഞോ ക്യാപ്റ്റൻ ഷൗമലിനെ തല്ലിയത്? ഞാൻ പറഞ്ഞു, അറിഞ്ഞു. ഞാനിവിടെ യോഗം നടത്തും. എന്നിട്ട് അകത്ത് പോയി ഞാൻ പോസ്റ്റർ അടിച്ചിട്ടുണ്ട്. പോസ്റ്റർ കൊണ്ടുവന്ന് എന്നെ കാണിച്ചു. ഞാൻ ഇന്നും മറന്നിട്ടില്ല അതിന്റെ വാചകം. അപ്പൊ പോസ്റ്ററിൽ ഫോട്ടോ വെച്ചിട്ട് എഴുതിയിരിക്കുക, രക്തസാക്ഷികളുടെ മണിനാഥവുമായി PV ആചാരി കുതിക്കുന്നു കുമ്പനാട്ടേക്ക്. ഇപ്പോഴും ഞാനത് ഓർത്തിരിക്കുക, മറന്നിട്ടില്ല. ആ പോസ്റ്റർ ഉണ്ട്. അതിന്റെ വാചകം, രക്തസാക്ഷികളുടെ മണിനാഥവുമായി PV ആചാരി കുതിക്കുന്നു കുമ്പനാട്ടേക്ക്. ഒരു കാലത്ത് വീര്യം സ്തോത്രം കുടുംബം കർത്തദാസൻ ഓർത്ത് ദൈവത്തെ ഇങ്ങനെ പറഞ്ഞ ആ ഭവനത്തെ ഓർത്ത് ദൈവത്തെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചവർക്ക് വളരെ പരിചിതമായ തിരുവെടുത്താണ് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ദൈവദാസരോടൊന്ന് വായിച്ചു കാണിക്കാം. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. നാവിൽ വന്നാകയാൽ നാദനിൽ ആവിയൻ നാവിൽ വന്നാകയാൽ നാദനിൽ ആവിയൻ നാവിൽ വന്നാകയാൽ അപ്പമായി ബുദ്ധിക്കും ബുദ്ധികൾ തോന്നിക്കും അപ്പമായി ബുദ്ധിക്കും ബുദ്ധി
സ്തുതികൾ ധ്വനിക്കും. നവമായി ഉദിക്കും സ്തുതികൾ ധ്വനിക്കും. നല്ല മുടകമുട ചെയ്തിടും മമ ചെയ്തിടും കൃപ. 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 മറുമിടും തപ മുഴുവിടും ദയവരുതിടും ഒരു പരമ പവനം അതിനെ വെടിഞ്ഞ പരമ പവനം അതിനെ വെടിഞ്ഞ പരമ പവനം അതിനെ വെടിഞ്ഞ കരുണയ്ക്കൊരു പോറ്റു തറിവതി നികരറുപതി അരുളിന കരുണയ്ക്കൊരു പോറ്റു തറിവതി നികരറുപതി അരുളിന കരുണയോടു പൊടുതറിവതി നിടരറുവതി നമ തുതമ ജരണമ മമ ജരണമ തമ ഭരണമ മന്ദർമ കരുണ ദാസേരോ പരമ കരുണ ജഗരാജേയോ പരമ
കർത്താവ് എല്ലാവരെയും ഇന്ന് രാത്രി നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ദൈവവചനത്തിൽ നിന്ന് ഈ രാത്രി നമുക്ക് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായന്മാരും 4 പേര് അപ്പോസ്തലന്മാരല്ല. എന്തിനാ ഇത് പറയുന്നത്? അപ്പോൾ ചിലർക്ക് ഇതിനെ പറ്റി വലിയ അറിവായിട്ട് നടക്കുന്നതല്ലാതെ ചിലർക്ക് അറിയില്ല. അപ്പോൾ പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ 8 എഴുത്തുകാർ ചേർന്നത്. ആ 8 എഴുത്തുകാരോടൊപ്പം അറിയാം 4 അപ്പോസ്തലന്മാര് 4 അപ്പോസ്തലന്മാരല്ല. ആരൊക്കെയാണ് 4 അപ്പോസ്തലന്മാർ? 1 പത്രോസ്, 2 മത്തായി, 3 പൗലോസ്, 4 യോഹന്നാൻ. അങ്ങനെ 4 അപ്പോസ്തലന്മാർ. 4 പേര് അപ്പോസ്തലന്മാരല്ല. അതിലൊന്ന് മർക്കോസ്, 2 ലൂക്കോസ്, 3 യാക്കോബ്, 4 യൂദ. ഇങ്ങനെ 4 പേര് അപ്പോസ്തലന്മാരല്ല. എന്നാൽ ആ 2 പേര് 2 അപ്പോസ്തലന്മാരുടെ കൂടെ ശുശ്രൂഷയ്ക്ക് വളരെ പ്രയോജനപ്പെട്ട് പോയവരാണ്. ഒന്ന് ലൂക്കോസും മറ്റൊന്ന് മർക്കോസും. മർക്കോസ് പത്രോസിന്റെ കൂടെയും ലൂക്കോസ് പൗലോസിന്റെ കൂടെയും നന്നായി ശുശ്രൂഷ ചെയ്തവരാണ്. അങ്ങനെ ഈ പ്രിയപ്പെട്ടവരിൽ കൂടിയാണ് ഈ പുസ്തകം 66 പുസ്തകം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. രണ്ടും വായിച്ചാൽ നല്ല ബന്ധത്തിലാണ്. സാധാരണ ഇത് വായിച്ചാൽ ചില ഓർമ്മത്തിൽ രണ്ടും കൂടെ ഒരാൾ എടുത്തതാണ് തോന്നും. കാരണം ഉൽപ്പത്തിയിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യവും വെളിപ്പാട് പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഉൽപ്പത്തി ആരംഭവാദത്തിൽ വെളിപ്പാട് അവസാനമാണ്. ഉൽപ്പത്തിയിലാണ് ദൈവത്തിന് മതി. അപ്പോ എന്നാലും പറയാ, അപ്പൊ അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഭാഗത്ത് കൈവെക്കുന്നില്ല. എനിക്ക് ലഭിച്ച കൃപയ്ക്കനുസരിച്ച് കാര്യം. വെളിപ്പാട് പുസ്തകം വളരെ ഈടുത്തൊരു പുസ്തകം. അപ്പൊ ഉൽപ്പത്തി പുസ്തകം ഇതിന്റെ പലതിന്റെ ആരംഭവും, വെളിപ്പാട് പുസ്തകം ഇത് പലതിന്റെ അവസാനമാണ്. ഒരു കാര്യം കൂടപ്പെട്ടവരോട് പറയട്ടെ, ഈ പുസ്തകം നമ്മുടെ കയ്യിൽ ലഭിച്ചത് തന്നെ മഹാഭാഗ്യം. ഗോത്രം ഇതെടുക്കുവാനും വായിക്കാനും ധ്യാനിക്കാനും അവൻ പ്രസംഗിപ്പാനും ഒക്കെ ദൈവം ഈ ആയുസ് നമുക്ക് ഭാഗ്യം തന്നല്ലോ. നമ്മൾ പാട്ട് പാടുന്നത് പോലെ അല്ല, തിരുവചനത്തിൽ പഠിക്കുന്നത് പോലെ ദൂതന്മാർ ഇത് കൊതിച്ചു, പക്ഷെ കൊടുത്തില്ല. യാതൊരു കഴിവില്ലാതിരുന്ന എന്നെയും നിങ്ങളെയും ദൈവം ഇതിനെ യോഗ്യരാക്കി തീർത്തു. ഓരോ ഉന്നതനോ അവന്റെ വിധ അത്യുന്നതം വ്യാകരിക്കുന്നു. എന്നെയും നിങ്ങൾ ഏൽപ്പിച്ചതാണ്. അപ്പൊ ശ്രദ്ധിക്കില്ല, ഇത് ശ്രേഷ്ഠമേറിയ ഒരു പദവി. ശക്തിയുള്ള വിലമേറിയ ദൈവദൂതന്മാര് ഈ ശുശ്രൂഷ ചെയ്യുവാൻ, നമ്മുടെ ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ കൊതിച്ചു, ആഗ്രഹിച്ചു, കൊടുത്തില്ല. യാതൊരു യോഗ്യതയും ശ്രേഷ്ഠതയും ഇല്ലാതിരുന്ന എന്നെയും ഈ മകനീയ ശുശ്രൂഷയ്ക്ക് ദൈവം. അപ്പൊ അതുകൊണ്ട് അധികമായിട്ട് എന്നേക്കാൾ ഈ പറയുന്നത് എന്റെ അമ്മ. അപ്പൊ ആ നിലയിൽ
അവര് നമ്മൾ നമുക്ക് മറന്നു എല്ലാ നിലയിലും വളരെ മെച്ചപ്പെട്ട നിങ്ങളുടെ നന്ദി നല്ല കാര്യം പറയുവാൻ അത് ഓർത്ത് അപ്പൊ ശ്രദ്ധിക്കുക, യോഗ്യതയുള്ളത് കൊണ്ടല്ല തിരഞ്ഞെടുത്തത്, യോഗ്യതയില്ല. അപ്പൊ ഈ ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവും അത് പറഞ്ഞ അടുത്ത ഇത് വായിക്കുമ്പോൾ ഒരാള് എഴുതിയത് പോലെ നമുക്ക് യോജിച്ച പുസ്തകം അധികം പറയുന്നില്ല. വെളിപ്പാട് പുസ്തകം യോഹന്നാൻ അപ്പോസ്തലനാണ് എഴുതപ്പെട്ടത്. യോഹന്നാനെ എടുത്ത് നിങ്ങൾ പഠിച്ചാൽ യോഹന്നാന്റെ ഒരു പ്രത്യേകത, മറ്റെല്ലാവരും എഴുതിയതിന് വ്യത്യസ്തമായ ഒരെഴുത്ത യോഹന്നാൻ. എല്ലാവരും ഒരേ നിലയിലുള്ള രീതി, ഒരേ രീതി. മോശ 5 പുസ്തകം ഒരേ രീതി. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. പൗലോസ് ധാരാളം പുസ്തകം എഴുതി, 10-14 ലേഖനം. അത് മുഴുവൻ ലേഖനം. മത്തായി ഒരു സുവിശേഷ പുസ്തകം. ലൂക്കോസ് 2 ചരിത്ര പുസ്തകം. അങ്ങനെ പറയുന്നത് 2 ചരിത്രം. ഒന്ന് യേശു ക്രിസ്തുവിന്റെ ചരിത്രവും 2 ആദിമ സഭയുടെ ചരിത്ര പുസ്തകം. അപ്പൊ ലൂക്കോസ് ചരിത്ര പുസ്തകം എഴുതി, മത്തായി ഒരു സുവിശേഷ പുസ്തകം എഴുതി, മർക്കോസും സുവിശേഷത്തിന്റെ ഒരു പുസ്തകം എഴുതി. മോശെ ന്യായപ്രമാണത്തെ സംബന്ധിക്കുന്ന 5 പുസ്തകം, 33 അല്ല ഒരേ രീതിയിലുള്ള പുസ്തകം. പ്രവാചകന്മാര് എഴുതിയ പുസ്തകമുണ്ട്, അതെല്ലാം പ്രവചന പുസ്തകം. പക്ഷേ യോഹന്നാന്റെ എഴുത്ത് നമുക്കറിയാം, നിങ്ങൾക്കറിയാം. ഒന്ന് യോഹന്നാൻ ഒരു സുവിശേഷ പുസ്തകം, 2-3 ലേഖനം, 3 വെളിപ്പാട് പുസ്തകം മുഴുവൻ മാർമിക വിഷയങ്ങൾ. ആർക്കും വെളിപ്പെടുത്തി കൊടുക്കാഞ്ഞത് ദൈവം യോഹന്നാനും വെളിപ്പെടുത്തി. അപ്പൊ എഴുത്തിന് വ്യത്യസ്തമാണ്. ഇനി വേറൊരു ചിന്ത, യോഹന്നാൻ എഴുതിയ പുസ്തകമല്ല എഴുതി, ഓരോ പുസ്തകം എഴുതിയതിന് ഉദ്ദേശമാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സ്ഥലത്ത് പറയുന്നില്ല ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ പുസ്തകം കൊണ്ടുപോകാം. കോവിഡിന്റെ സമയം പുറത്തിറങ്ങാൻ വേറെ ഇല്ല. ഒരു പണിയില്ലാതിരുന്നപ്പോ ഞാനൊരു പണിയില്ലാതിരുന്നപ്പോ എഴുതിയ അല്ല, ഒരു പണിയില്ലാതിരിക്കുമ്പോ എഴുതുന്ന പുസ്തകം വായിച്ചാലും അറിയാം ഇത് മെനക്കേടാ. ഒരു പണിയില്ലാതിരുന്നപ്പോ എഴുതിയതല്ല. ഓരോ പുസ്തകവും എഴുതിയപ്പോൾ എഴുതുന്നതിന് ഉദ്ദേശമുണ്ട്. 21 അധ്യായമുള്ള യോഹന്നാന്റെ സുവിശേഷം എന്തിനാ എഴുതിയത്? വായിച്ചേ, വായിച്ചേ. 20-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 20-30 എഴുതുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ക്രിസ്തു
ദൈവപുത്രനായ ക്രിസ്തു എന്ന് ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവിടുത്തെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അതിനാ എഴുതിയത്. ഉദ്ദേശം പുറത്തിറങ്ങാൻ പറയാനില്ല. അപ്പൊ ശ്രദ്ധിക്കില്ല, യോഹന്നാൻ എഴുതിയതിന് ഉദ്ദേശമുണ്ട്. ഒരു കാര്യം ഇന്ന് രാത്രി പറയാം, ദൈവമക്കൾക്ക് ഒരു ലക്ഷ്യം വേണം. എടാ, നീ രക്ഷിക്കപ്പെട്ടത് എന്തിനാ? നിത്യത ചെല്ലാനാ. അച്ചായൻ സാക്ഷി പറഞ്ഞപ്പോ പറഞ്ഞു, കൊച്ചമ്മ മാല ഊരി. ഇപ്പൊ കൊച്ചമ്മ മാല ഇപ്പൊ ബന്ധിക്കും. ഒരു ഉദ്ദേശം വേണമെന്ന്. യോഹന്നാൻ സുവിശേഷം എഴുതിയതിന് ഉദ്ദേശമുണ്ട്. ഈ കൃപയിൽ വന്നതിനൊരു ഉദ്ദേശമുണ്ട്. പൗലോസ് അങ്ങനെ വാക്യം പറഞ്ഞില്ലെങ്കിൽ ഒരു പ്രയോഗം പറഞ്ഞിട്ടുണ്ട്, അവന്റെ വിളിയാനുള്ള ഇന്നലെന്നറിയണം. എന്തിനാ ദൈവം നിന്നെ വിളിച്ചത്? എന്തിനാ ഈ മാർഗത്തിൽ വന്നത്? എന്തിനാ നീ രക്ഷിക്കപ്പെട്ടെ? എന്തിനാ നീ സ്നാനപ്പെട്ടത്? എന്തിനാ അഭിഷേകം പ്രാപിച്ചേ? രാത്രി തീരുമാനവും പ്രതിഷ്ഠ എടുത്തു വേണം ഈ പന്തല് വിട്ടു പോകാൻ. ഉദ്ദേശമുണ്ട്. പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നാന്നറിയാമോ? നീ നിത്യതയിൽ ചെല്ലുന്നതാ. ആത്മാവിന്റെ രക്ഷ അത് യേശു ക്രിസ്തുവിൽ കൂടി മാത്രം. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം. അതാണ് നമ്മുടെ ഉദ്ദേശം. ഓർമ്മയായി നല്ലതാ, ഓർമ്മയായി മാത്രമായ അത് നല്ല കാര്യമാണ്. മകനീയ അത് രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശയെടുത്ത് വേർപാട് പാലിച്ച് കൂട്ടായ്മ അടിച്ച് ഉദ്ദേശമുണ്ട്. ഉദ്ദേശമുണ്ട്. കുറെ അവന്മാര് മിക്കവാറും പറയാൻ എന്നെ കേട്ടുന്ന സകല ആൾക്കാരും അങ്ങ് വരണം. അപ്പൊ ഇതിന് ഉദ്ദേശമാണ്. യോഹന്നാൻ എന്തിനായി സുവിശേഷ പുസ്തകം എഴുതി? ഒന്നുകൂടെ വായിക്കും. 20:30 ഒന്നുകൂടെ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ റോഡ് നിൽക്കുന്നവരും കേൾക്കണേ, ഓൺലൈനിലുള്ളവരും കേൾക്കണേ. ഇത് യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം 21-ന്റെ മേളിൽ ചെറിയ രണ്ട് കേൾക്കണം. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു ക്രിസ്തു തന്നെ ശിഷ്യന്മാരിൽ എന്നാൽ യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. വെള്ളിക്കുന്നതുള്ള സകല ആൾക്കാരും വിശ്വസിക്കണം. യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു. അയ്യോ, കൊല്ലം ജില്ലയിലുള്ള സകല ആൾക്കാരും വിശ്വസിക്കണം. യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു. തീർന്നില്ല, കേരളത്തിലുള്ള സകല ജനങ്ങളും വിശ്വസിക്കണം. യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു. ഈ ഇന്ത്യയുടെ സകല സംസ്ഥാനങ്ങളിലുമുള്ള സകല ആൾക്കാരും വിശ്വസിക്കണം. യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു. ഒരു ലോകത്തിലുള്ളവരും വിശ്വസിക്കണം. യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു.
ശ്രദ്ധിച്ചേക്ക്, പടമടച്ച് പോകും. അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ഇനി ലേഖനം എന്തിനാ എടുത്തത്? ലേഖനം എടുത്തു ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക്, ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അതിനായി വെച്ചിരിക്കുന്നത് ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ എഴുതിയിരിക്കുന്നത്, ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് എഴുതിയിരിക്കുന്നതാണ്. ഈ നാമത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്. എന്താ ഈ നാമത്തിന്റെ വിശേഷത? എല്ലാ നാമത്തിലും മേലായ നാമമാണ്. എന്താ ഈ നാമത്തിന്റെ വിശേഷത? പാപം മോചിക്കുന്ന നാമമാണ്. ഈ നാമം രോഗത്തെ സൗഖ്യമാക്കുന്ന നാമമാണ്. ഈ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുപോകും. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും അവൻ സ്വന്തം തന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന പരിശുദ്ധ നാമമാണ് യേശുക്രിസ്തുവിന്റെ നാമം. എല്ലാ നാമത്തിലും സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുടങ്ങാലുകൾ മടങ്ങുന്ന പുറക്കുന്ന നാമമാണ് യേശുക്രിസ്തുവിന്റെ നാമം. അവിടുത്തെ നാമം പകർന്ന തൈലം പോലെ. പ്രൈസ് ദി ലോർഡ്. ഈ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് സ്തോത്രം, സ്തോത്രം. അനിലും ഭൂവിലും മേലായ നാമം വന്നിത വല്ലഭ നാമമത്. വനിലും ഭൂവിലും മേലായ നാമം വന്നിത വല്ലഭ നാമമത്. ഉദർവാഴ്ത്തി പുകഴ്ത്തിടും നാമമത്. ഉദർവാഴ്ത്തി പുകഴ്ത്തിടും നാമമത്. യേശുവിന്റെ തിരുനാമത്തിൽ എന്നും സ്തുതി സ്തോത്രമേ. യേശുവിന്റെ തിരുനാമത്തിൽ എന്നും സ്തുതി സ്തോത്രമേ. ഭയം ഓ യേശുവിന്റെ തിരുനാമത്തിൽ ഓ യേശുവിന്റെ തിരുനാമത്തിൽ എന്നും സ്തുതി സ്തോത്രം. യേശുവിന്റെ തിരുനാമത്തിൽ എന്നും സ്തുതി സ്തോത്രമേ. ഭക്തന്മാർ വാഴ്ത്തി പുകഴ്ത്തിടും ദൈവനാമമത്. ഭക്തന്മാർ വാഴ്ത്തി പുകഴ്ത്തിടും ഉന്നതമ ദൈവനാമമത്. ഉദരെങ്ങും തോന്നിക്കുന്ന നാമമത്. ഉദരെങ്ങും തോന്നിക്കുന്ന നാമമത്. യേശുവിന്റെ
ഭൂമിന്റെ നീലോ അപ്പൊ ശ്രദ്ധിക്കില്ല, ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്കായിട്ട് ദൈവത്തിന് മഹത്വം. അതെ, മുമ്പോട്ട് പോകാം. വെളിപ്പാട് പുസ്തകം എന്തിനായിരിക്കും? 4-ാം അധ്യായം. വെളിപ്പാട് പുസ്തകം 1:4 ആഴ്ചയിലെ 7 സഭകൾക്ക് എഴുതുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായെങ്കിൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 4-ാം അധ്യായം ഒന്നുകൂടെ വായിച്ചു. യോഹന്നാൻ ആഴ്ചയിലെ 7 സഭകൾക്ക് എഴുതുന്നത്, യോഹന്നാൻ ആസിയിലെ 7 സഭകൾക്കാണ് ഇത് എഴുതുന്നത്. അപ്പൊ എല്ലാ എഴുത്തിനും ഉദ്ദേശം. സുവിശേഷം എഴുതിയതിന് ഉദ്ദേശം, ലേഖനം എഴുതിയതിന് ഉദ്ദേശമുണ്ട്, വെളിപ്പാട് പുസ്തകം എഴുതുന്നതിന് ഉദ്ദേശം. ഉദ്ദേശമില്ലാതെ ഞാൻ കൂടെ ആവർത്തിക്കില്ല. നമുക്കും ഒരു ലക്ഷ്യമുണ്ട്. ഇസ്രായേലിന്റെ മധുരനായ ചേട്ടന്മാർ എന്നെ ആളുകൾ യുദ്ധത്തിന് പോയി. ശവലിന്റെ പട്ടാളം കമ്മയും ഏലിയാവും അല്ലെ അപ്പൻ ഒരു ദാവീദിനെ വിളിച്ച് പറഞ്ഞാൽ നമുക്കറിയാം. വിളിച്ചിട്ട് പറഞ്ഞ മോനെ, ചേട്ടന്മാർ പോയി പോകണം. അപ്പോൾ മനുഷ്യരുടെ പടപ്പതിന് പോലെ കുന്തത്തിന്റെ അനക് 600 സെന്റ് ഇരുമ്പ് ഒരു വടികെട്ടാൻ അപ്പോൾ ഫരിസ്യരുടെ പാളയത്തിൽ നിന്ന് എത്തിനാലോ ഗോലിയാത്ത് എന്ന ഒരു മല്ലൻ പുറപ്പെട്ടു. അവൻ 6 മുഴവും ഒരു ചാണ നെടുപ്പമുള്ളവനായിരുന്നു. അവൻ തലയിൽ ഒരു താമ്രത്തിനത്ര ഉണ്ടായിരുന്നു. അവൻ 5000 ശേക്കൽ തൂക്കമുള്ള ഒരു താമ്ര കവചവും ധരിച്ചിരുന്നു. അവന് താമ്രം കൊണ്ടുള്ള കാൽച്ചട്ടയും പിന്നെ ചുമലിൽ താമ്രം കൊണ്ടുള്ള ഒരു വേലും ഉണ്ടായിരുന്നു. അല്ല, വാദ്യം വായിച്ചപ്പോഴേ കക്ഷി ആരാന്ന് മനസ്സിലായല്ലോ. 6 മുഴം ഒഴിയാൻ എടുക്കും, തലയിൽ വലിയ താമര ശിരസ്ത്രം, 5000 ശേക്കൽ തൂക്കമുള്ള താമര കവചം, കാൽക്കട്ടയ്ക്ക് ചുമലി താമരം കൊണ്ട് ഇവൻ തനി പിശാച. ദൈവത്തിന് മഹത്വം. തനി മോനെ അപ്പൊ ശ്രദ്ധിക്കുക, ഇവന് ഒരു തനി പിശാച. അപ്പൊ ഇവൻ 40 ദിവസമായിട്ട് വെല്ലുവിളിക്കും. ഒത്തി വരുത്താൻ പോയി ഏൽക്കുന്നില്ല. അപ്പോൾ അപ്പൻ ദാവീദിനെ വിളിച്ചിട്ട്, മോനെ, ചേട്ടന്മാര് മിലിറ്ററിയിലാണ്, ഇവര് വന്ന് ഇങ്ങനെ ലെഫ്റ്റ് അടിച്ച് നടക്കുന്നതിലേക്ക് ഓടിക്കുക. ഈ ഒരു കാര്യം ചെയ്യുന്നത് ഒരു തവണ അതിലും 10 വാക്ക് പാളയത്തില്ല. ജ്യേഷ്ഠന്മാരുടെ ക്ഷേമമാണ്. വാക്കെട്ട് 10 സഹസ്രാധികൾ എന്നിട്ട് ജ്യേഷ്ഠന്മാരുടെ ക്ഷേമം അറിഞ്ഞ് ലക്ഷ്യം വാങ്ങുക. അങ്ങനെ ലക്ഷ്യമുണ്ട്. യോഹന്നാൻ എടുക്കുന്ന ലക്ഷ്യമാണ്. സൂക്ഷം ദാവീദ് എന്ന് ലക്ഷ്യവും വാങ്ങി അവിടെ ചെന്ന് അവന്റെ മട്ടൊക്കെ കണ്ടപ്പം മനസ്സിലായി ഉള്ളത് ഉള്ളൂ.
മറ്റൊരു 40 days ആയിട്ട് പാസ്റ്റർ പറയാം. ഓരോ ദിവസം ഓരോരുത്തരെ എറിയാൻ വിളിക്കുക. ഇന്നലെ ഞാനത്തെ എന്ന് പറഞ്ഞ പുള്ളി ഒറ്റക്കാലെ നിന്ന ഒറ്റ ഏറും അവനിട്ട് കൊള്ളുന്നില്ല. ആ വീട് ചെന്ന് നിങ്ങൾക്ക് ആ ഭാഗമൊക്കെ അറിയാം. 5 കല്ലെടുത്ത് സഞ്ചിയിലിട്ട് കല്ലുമായിട്ട് ചെന്ന് അവനെ കണ്ട് ഇവനെ ആക്ഷേപമൊക്കെ പറഞ്ഞ് അതൊക്കെ പോട്ടെ. അങ്ങനെ എന്റെ ഭാഷയാ. അങ്ങനെ നിന്ന് സഞ്ചിക്കകത്ത് കൈയിട്ട് ഒരു കല്ലിങ്ങോട്ട് എടുത്ത് കവണയിൽ വെച്ചുടനെ എറിഞ്ഞില്ല. നമ്മുടെ ആൾക്കാർ വെച്ച ഉടനെ ലോകത്തിന് വന്ന് ഇരുന്നില്ല, കസേരയിലോട്ട് ഇരുന്നില്ല. ഇതിനൊക്കെ ഒരു മട്ടമുണ്ട്. വെച്ച ഉടനെ എടുത്ത് എറിയരുത്. ചില സ്ത്രീകളെ കണ്ടില്ലേ, വന്നിരുന്നു അല്ലെ, ആദ്യം തുണി പിന്നീട് എന്ന് വെച്ച് ഞാൻ വെച്ച ഉടനെ എറിയരുത്. അങ്ങനെ എഴുതിയേക്കുന്നത്. കല്ലെടുത്ത് കവണയിൽ വെച്ചു, അങ്ങനെ എഴുതിയേക്കുന്നത്. വെച്ച് വീശി, അങ്ങനെ എഴുതിയേക്കുന്നത്. കവണയിൽ വെച്ച്. അമ്മയത് കണ്ടോ അമ്മയെ വാക്കി നിരകളിൽ നിന്ന് പുറപ്പെട്ടു കല്ലെടുത്ത കാര്യം ദാവീദ് സഞ്ചിയിൽ നിന്ന് ഒരു കല്ല് കൈയിട്ട് ഒരു കല്ലെടുത്ത് കവണയിൽ വെച്ച് വീശി, ഒന്ന് വീശി എറിഞ്ഞു. അപ്പൊ വായിക്കുന്നത് അവന്റെ തിരുനെറ്റിക്കിട്ട് കൊണ്ടെന്ന്. നല്ല ഉന്നത ലക്ഷ്യമുണ്ട്. തിരുനെറ്റിക്കിട്ട് കൊണ്ടു. എന്നിട്ടോ അവൻ കവിണ് വീണപ്പോൾ, നിങ്ങളാ ഭാഗം അറിയാമല്ലോ, ഓടി അങ്ങോട്ട് ചെന്ന്, എന്റെ ഭാഷ അല്ല എഴുതിയിട്ടുമുണ്ട്, അവന്റെ നെഞ്ചത്തോട്ട് കയറി അവന്റെ ഉറയിൽ നിന്ന് അവന്റെ വാളൂരി അവന്റെ പല വെട്ടി ഇങ്ങോട്ട് തിരിച്ചു വരിക. എന്താ ഇത് പറഞ്ഞെന്നറിയാമോ? ഇതാ കാൽവറിയിൽ നടന്നത്. 40 ദിവസമായിട്ട് ഒരുവൻ വെല്ലുവിളിക്കുക, കൊല്ലും 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 കൊല്ലും, സകല എണ്ണത്തിനെയും കൊല്ലും, യവനെ കൊല്ലും, അബ്നേരിനെ കൊല്ലും, ഷമ്മയെ കൊല്ലും, ഏലിയാവിനെ കൊല്ലും, ഇസ്രായേലിനെ മുഴുവൻ ഞാൻ കൊല്ലും. ദാവീദിനെ കണ്ടപ്പോഴും പറഞ്ഞു, നിന്നെ ഞാൻ തട്ടും, ഇവൻ ഇങ്ങനെ കൊല്ലും കൊല്ലും കൊല്ലുമെന്നും പറഞ്ഞ് നിൽക്കുക. ഏദൻ തോട്ടം മുതൽ ആരംഭിച്ചതാ മനുഷ്യവർഗത്തെ കൊല്ലാൻ ഒരുവൻ. അവൻ മരണത്തിന്റെ ഭീതി അങ്ങോട്ട് വിതറി. അവൻ അത് മരണഭീതി വിതറി മനുഷ്യവർഗത്തെ ഒന്നടങ്കം കൊല്ലുവാൻ, തച്ചുടയ്ക്കുവാൻ വെല്ലുവിളിച്ചപ്പോൾ അവനെ എങ്ങനെ ഒതുക്കിയത്? അവൻ മരണത്തിന്റെ അധികാരിയാകുന്ന പിശാചിന് അവൻ തന്റെ മരണത്തിന്റെ ആയുധം തന്നെ എടുത്ത് അവന്റെ പെടലി വെട്ടി കാൽവറിയിലേശു വിജയം പ്രാപിച്ചു. ഇന്ന് രാത്രി നിനക്കും ജയമുണ്ട്. മരണഭീതികളിൽ വലകുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ, ഈ രാത്രിയിലേക്കും മരണഭാഷങ്ങളെ അടിക്കുന്ന രാത്രിയാ. ഡോക്ടർമാർ ചിലപ്പോ പറഞ്ഞു കാണും, അവൻ 4th സ്റ്റേജായി. അത് അവര് പഠിച്ചതും റിപ്പോർട്ട് അനുസരിച്ച് പറഞ്ഞോട്ടെ, എതിർക്കുന്നില്ല. പക്ഷെ ഇന്ന് രാത്രി സ്വർഗത്തിന് നിന്നോട് പറയാനുള്ളത്, അവൻ 4th സ്റ്റേജ് ഒന്നും ദൈവത്തിന് വിഷയമല്ല. അവിടുന്ന് മരണഭാഷങ്ങളെ അടിക്കുന്നവനാ. ഇന്ന് രാത്രിയിൽ അവൻ വിശ്വസിച്ച് സ്തോത്രം ചെയ്യ. രോഗത്തിന്റെ കെടുതികളെ, രോഗത്തിന്റെ വടുക്കളെ, രോഗാണുക്കളെ, രോഗബീജങ്ങളെ ഉരുക്കി മാറ്റി നിന്നെ വിടുവിക്കുവാൻ കഴിവുള്ള നാസറായൻ ഈ രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. മരണത്തെയും ജയിച്ചവൻ. അത് ഓടിച്ചു മുമ്പോട്ട് പോകാം. യോഹന്നാൻ സുവിശേഷം ലേഖനം എഴുതുന്നതിൽ മാത്രമാണോ വെളിപ്പാട് പുസ്തകം 7 സഭകൾക്ക് എഴുതി? നമുക്ക് ആ ഭാഗവത്തിൽ നന്നായിട്ട് അറിയാം. ഞാൻ എടുത്ത ഭാഗത്തേക്ക് വരണമല്ലോ. ദൈവത്തിന്റെ മഹത്വം. യോഹന്നാൻ അപ്പോസ്തലൻ ഈ പത്മോസ് എന്ന ദ്വീപിൽ വെച്ച ഈ ദർശനമെല്ലാം കാണുന്നത്. വെളിപ്പാട് പുസ്തകം 22 അധ്യായങ്ങളാണ് നമുക്കറിയാം. 1-ാം അധ്യായം തേജസ്കരിക്കപ്പെട്ട യേശു, 2-3 അധ്യായം 7 സഭയ്ക്കുള്ള ദൂരം, പിന്നെ 4-ാം അധ്യായം സഭ എടുക്കപ്പെടുന്നു. 5 അതൊക്കെ വിവാദ വിഷയമാണ്. ഞാൻ എന്ന് പറഞ്ഞ 5-ാം അധ്യായം വീണ്ടെടുപ്പിന്റെ ഗാനം, 6-ാം അധ്യായത്തിൽ മുദ്ര പൊട്ടിക്കുന്നു, 7-ാം അധ്യായം മുദ്രിതന്മാരാകുന്ന 144,000 പേര്, 8-ാം അധ്യായത്തിൽ 7-ാമത്തെ ഏഴാമത്തെ മുദ്ര പൊട്ടിക്കുന്നു. അവൻ 9-ാം അധ്യായത്തിൽ യൂഫ്രട്ടീസ് നദീതീരത്ത് ബന്ധിച്ച ദൂതനെ അടിച്ചു വിടുന്നു. 10-ാം അധ്യായം ചെറുപുസ്തകം വാങ്ങി ഭക്ഷിക്കുന്നു. 11 2 സാക്ഷികൾ നമുക്കറിയാം. 12 സൂര്യധാരണിയായ ഒരു സ്ത്രീയെ ദർശിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം. 13 ഘോരവും ഭയങ്കരമായ മൃഗം കയറി വരുന്നു. 14 സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ 144,000 പേര്. 15-ാം അധ്യായത്തിൽ വീണ പിടിച്ച് പാട്ട് പാടുന്നു. 16-ാം അധ്യായം ക്രോധകലശം ഭൂമിയിലേക്ക് ഒടിക്കുന്നു. 17-ാം അധ്യായം മർമ്മം മകതിയാം ബാബിലോൺ
ഒറ്റ വാക്ക് പറഞ്ഞ എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി. 18-ാം അധ്യായം വാണിജ്യ ബാബിലോണിന്റെ അധപ്പതനം 1 മണിക്കൂർ കൊണ്ട് കത്തിച്ചാമ്പലാകുന്നു. 19 കുഞ്ഞാടിന്റെ കല്യാണം, 20 1000 ആണ്ട് വാഴ്ച, 21 പുതിയ യെരൂശലേം, 22 നിത്യത. അപ്പൊ ഇങ്ങനെ സാധാരണ ഇങ്ങനെ പറഞ്ഞു പോകാറുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ 1-2 അധ്യായം, 1-ാം അധ്യായം തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു. ഞാൻ അപ്പോഴും പറഞ്ഞു, ഈ വെളിപ്പാട് പുസ്തകം, ഞാൻ ഇന്ന് സഭയിൽ വെളിപ്പാട് പുസ്തകത്തിന്റെ ഒരു ധാരാളം വിജ്ഞാനം നമുക്ക് ഇതിന്റെ ഒരു കുഴപ്പം ഇന്ന് വരെ ഇത് യോജിച്ച് ഒരു കാര്യം ആരും പറഞ്ഞു. വെളിപ്പാട് പുസ്തകം ഇന്ന് പ്രസംഗിക്കുന്ന ആളിന് വെട്ടിയായിരിക്കും അടുത്ത ആള് പ്രസംഗിക്കും. ഒരുത്തരും ഇത് യോജിക്കും. യോഗനാരായ 1-ന്റെ 9-ഉം 10-ഉം
ജയിക്കണം. ജയിച്ചവരാ വീണകൾ പിടിക്കാൻ. ഞാൻ ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. തുടക്കത്തിൽ എന്നോട് പറഞ്ഞു ആരും പറയരുത്. അവിടെ ഞാൻ നടന്ന ദൈവത്തിന് മഹിതം. ജയിച്ചവരാ വാങ്ങേണ്ടത്. ഒരു പഴയ പാട്ടുണ്ട്. ജയമെടുത്ത വീരരായി വിശുദ്ധരായി വ്രതസ്ഥരായി, ജയമെടുത്ത വീരരായി വിശുദ്ധരായി വ്രതസ്ഥരായി, കൃപയിലെന്നുമാശ്രയിച്ച് പരമിനാൽ ഒരുങ്ങിയ കർത്തനെ തുതിക്രമന്നിയ കാരണയും ഒരുങ്ങിയ കർത്തനെ തുതിക്രമന്നിയ പുസ്തകത്തില് പ്രധാനപ്പെട്ട വിഷയം ജയിക്കുന്നത്. ഒരു കർത്തദാസൻ, ബഹുമാനായ ഒരു ദൈവദാസൻ വെളിപ്പാട് പുസ്തകത്തെ പറ്റി ഒരു അഭിപ്രായം പറഞ്ഞത് നല്ലതാണ്. അദ്ദേഹം പറഞ്ഞു വെളിപ്പാട് പുസ്തകം പഠിക്കാൻ ഒരു പ്രധാന വിഷയം പുള്ളി പറഞ്ഞത്, ഈ പുസ്തകത്തിലെ ഒരു നായകനുണ്ട്. നായകൻ, ഈ നായകൻ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നായകനെ സ്നേഹിക്കുന്ന ഒരു നായകനുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാന വിഷയം ഒരു നായകൻ. ആ നായകനെ സ്നേഹിക്കുന്ന ഒരു നായകൻ. ഇവരെ രണ്ടുപേരെയും തെറ്റിക്കുന്ന ഒരു വില്ലൻ. അത് മിക്ക കഥയിലാണല്ലോ. ഇവരെ രണ്ടുപേരെയും തെറ്റിക്കുന്ന ഒരു വില്ലൻ. എന്ത് ചെയ്താൽ ഈ നായകനുമായിട്ട് സംസാരിക്കാനും അടുത്തിരിക്കാനും ഈ വില്ലൻ, ആ വില്ലൻ ഇവിടെ വന്നിട്ടുണ്ട്. പറഞ്ഞു വന്ന സാരമില്ല, ഇന്ന് രാത്രി ആ വില്ലനെ ജയിച്ചോണം. നമ്മുടെ കർത്താവാണ് ആചരിക്കുന്നത്. തന്റെ മണവാട്ടിയായിട്ട് അടുക്കാനും സംസാരിക്കാനും മണവാട്ടിക്ക് അടുത്ത് വരാനും ഇരിക്കാനും തടസ്സമായിരുന്ന വില്ലനെ നമ്മുടെ കർത്താവ് ജയിച്ചു. അവന്റെ അനുയായികളെ പിടിച്ചു കെട്ടി ഈ പൊയ്യെ തള്ളിയിട്ട് ചേർത്ത് പറഞ്ഞാൽ നായകയെ വിവാഹം കഴിച്ച് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മണിയറയിലോട്ട് കൊണ്ടുപോകുന്നതാ ഒരുപാട് സ്ഥലം. ഇതാണ് നമ്മുടെ പ്രത്യാശ. ഈ പുസ്തകത്തിലെ പ്രധാന വിഷയം ജയമെടുക്കുക. അത് നമ്മുടെ 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യമാണ് വായിച്ചത്. പെർഗമോസ് സഭയോടല്ലേ കൂടുതൽ അന്നമേ പെർഗമോസ് സഭയോടല്ലോ 12-ാം വാക്യമായിരുന്നു. അപ്പൊ ഈ 2-ാം അധ്യായത്തിൽ ഈ പറഞ്ഞ 17-ാം വാക്യം പെർഗമോസ് സഭയോട് തൂതാ. നിങ്ങൾ വേദപുസ്തകം പഠിക്കുന്നവർ ശ്രദ്ധിക്കുന്നവരുണ്ട്. ഓരോ സഭയോട് കർത്താവ് തൂത് പറയുമ്പോൾ തൂതിന് ചില തത്വമുണ്ട്. തൂതിന്റെ തത്വം എന്തുവാ തത്വം? 1-2 കാര്യം പറയാം. ഈ തൂത് പറയുമ്പോൾ അതിന് അടിസ്ഥാനപരമായ ചില തത്വങ്ങളാണ്. ഒന്നാമത്തെ തത്വം ഈ സംസാരിക്കുന്ന ആളിനെ ഒന്ന് പരിചയപ്പെടുത്തല്. 2 അഭിനന്ദനം. 3 ആക്ഷേപം. 4 പ്രബോധനം. 5 വിവേചനം. 6 മുന്നറിയിപ്പ്. 7 പ്രതിഫലം. ഇതെല്ലാം ഓരോ സമയവും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. 1 പരിചയപ്പെടുത്തും, 2 അഭിനന്ദനം, 3 ആക്ഷേപം, 4 പ്രബോധനം, 5 വിവേചനം, 6 മുന്നറിയിപ്പ്, 7 പ്രതിഫലം. എല്ലാ സമയത്തോടും ദൂത് പറയുമ്പോൾ ഈ കാര്യങ്ങൾ നന്നായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ചില സമയത്ത് അഭിനന്ദനം ഒന്നുമില്ല. ചില സമയത്ത് അഭിനന്ദനമുണ്ട്. നമുക്ക് 1-2 കാര്യം ചിന്തിച്ച് കൃത്യസമയത്ത് നിർത്താം. ദൈവത്തിന്റെ മഹത്വം. എന്തുവാ ഈ പെർഗമോസ് സഭയോട് കർത്താവ് തന്നെ ഒന്ന് പരിചയപ്പെടുത്തി. എങ്ങനെ പരിചയപ്പെടുത്തിയത്? 12-ാം വാക്യം വായിക്കാം. മൂർച്ചയേറിയ ഇരുവായ്ത്തലമുള്ള ഇന്ന് രാത്രി സഭയ്ക്ക് തന്നെ ഒന്ന് പരിചയപ്പെടുത്തിയ അല്ലെങ്കിൽ പെർഗമോസ് സഭയെ നിങ്ങളോട് തൂത് പറയുന്ന ഞാൻ ആരാന്ന് ചോദിച്ചാൽ മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വേറുള്ളവനാ എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ വചനമാണ്. ഇന്ന് രാത്രി എന്നോട് നിങ്ങളോട് സംസാരിക്കുന്ന കർത്താവ് അവൻ മൂർച്ചയേറിയ ഇരുവായ്ത്തല വാളുള്ളവനാ. ആദ്യം വചനമുണ്ടായിരുന്ന വചനം ദൈവത്തോടുകൂടെ, ആ വചനം ദൈവമാണ്. ഇത് 2 വശവും
മൂർച്ചയുള്ളതാ. ആദ്യം എന്നെ വിട്ടു, പിന്നെ നിങ്ങളെ. ഈ ചെറുത് ധരിച്ചു വച്ചേക്കുന്നത് വിശ്വാസികൾക്ക് മാത്രമാണ്. അല്ല, ആദ്യം വെട്ട എന്നാ കാണാം. ഇവിടെ വെട്ടിയൊക്കെ അങ്ങോട്ട് വരുന്നത്. ആദ്യം വെട്ടുകൊള്ളുന്നത് എനിക്കാണ്. പ്രസംഗിക്കുന്ന എല്ലാവരും അതെല്ലാം വളരെ ശ്രദ്ധിച്ചോണം. കർത്താവിന്റെ മകത്വം ആദ്യം നമ്മുടെ ഭാഗം ക്ലിയർ ആക്കണം. ഉദാഹരണം, ആരാധിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഞാൻ അനങ്ങാതിരുന്നാലോ? ആദ്യത്തെ വെട്ട് എന്നാ ഇതിനെ? സ്നേഹിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഞാനൊരു സെൻട്രലുള്ളവന് പോലും കൈ കൊടുക്കുന്നില്ല. അപ്പൊ ആദ്യത്തെ വെട്ട് അറിയാൻ എന്നെ കണ്ടത്. നമ്മുടെ വിഷയം മേഴ്സി. ഒരിക്കലും കടതെറ്റിയോ എന്ന് പറഞ്ഞ ഒരു മേഴ്സ് വേണമെന്ന് ആയിക്കോട്ടെ, രണ്ടോ മേഴ്സ് ഇരുന്നത്. അതിന് പറയുമ്പോ പിച്ചക്കാരന് പോലും 10 രൂപ കൊടുക്കുകയില്ല. കേട്ടാൽ എഴുതി വെച്ചിരിക്കുക, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ എന്ത് അങ്ങോട്ട് എല്ലാവരും ഒറ്റ എഴുതി വെച്ചിരിക്കുക. ജയിച്ച് 10 കൊണ്ട് സൂട്ടില് എന്തിനാണ് ഇത് രണ്ടും കൂടെ എഴുതി വെച്ചേക്കുന്നത്? ഇത് നമുക്കിത് ആദ്യം വെട്ടും. മനസ്സിലാകുന്നുണ്ടോ? 20 തരങ്ങളുള്ളവനാണ് ചെയ്യുന്നത്. പ്രവചനം പഠിക്കുമ്പോൾ എന്റെ വിശുദ്ധ മന്ദിരത്തിന് ആദ്യം തുടങ്ങണം. ഇവിടെ പുൽപ്പറ്റിയെന്ന് തുടങ്ങണം. ആദ്യം ഞാൻ ക്ലിയറാകണം. എന്റെ നെഞ്ചിലേക്ക് ആദ്യം പെട്ടുന്നത്. അതുകൊണ്ട് സഭയ്ക്ക് പരിചയപ്പെടുത്തുമ്പോൾ പറയുക, 20 തരങ്ങളുള്ള വാണുള്ളവനാ. എല്ലാവരും വിളിക്കുന്നില്ല. ഈ വചനത്തിന് ശക്തിയുണ്ട്. ഇത് അതിവേഗത്തിലോടുന്ന വചനമാണ്. ഇത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന വചനമാണ്. ഇത് ഉലകത്തിന് ശുദ്ധി ചെയ്ത വചനമാണ്. ഇത് വേഗം നെടുങ്കട്ടില് മധുരമുള്ള വചനമാണ്. ഇത് പൊന്നിനും തങ്കത്തിനും ആഗ്രഹിക്കത്തക്ക വചനമാണ്. തീ പോലെയും പാറകത്തകർന്ന് സൃഷ്ടിക്കുക. ഇത് അതിവേഗത്തിലോടുന്ന തിരുവചനമാണ്. അത് നമ്മളിങ്ങനെ വായിക്കുന്നില്ല. എന്റെ വാങ്ങിന്ന് പുറപ്പെടുന്ന എന്റെ വചനം വെറുതെ എന്റെ അടുക്ക വരത്തില്ല. ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും, എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം നിവർത്തിക്കും. അത് നമ്മുടെ കർത്താവ് എനിക്ക് പറഞ്ഞു, ഇപ്പോൾ സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാ. 107-ാം സങ്കീർത്തനം പഠിപ്പിക്കുന്നത് അവന്റെ വചനമയച്ച് അവനെ സൗഖ്യമാക്കി. ഇന്ന് രാത്രി സൗഖ്യമാക്കുന്ന വചനം, നിന്നെ രക്ഷിക്കുന്ന വചനം, മധുരമുള്ള വചനം, നിന്റെ അങ്ങേക്ക് മധുരമുള്ള വചനം, ഇനി വൈത്തലുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയ വചനം. ആ വചനമുള്ളവനാ ഇന്ന് രാത്രി സംസാരിക്കുന്നത്. വചനം കടന്ന് എന്ന് ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് രാത്രി ബഹുമാനായ മാതാക്കളോടും പിതാക്കന്മാരോടും എല്ലാ കർത്തദാസന്മാരോടും കുഞ്ഞുങ്ങളോട് നിങ്ങൾ പറയുന്ന കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുക. ഇവിടെ ഇരുന്ന് ശാന്തമായിട്ട് ഈ വചനം കേൾക്കുമ്പോൾ ഇത് ചെന്ന് ക്രിയ ചെയ്തുകൊണ്ടിരിക്കുക. നിന്റെ കുടുംബത്തിനകത്ത് ഇന്ന് രാത്രി ഈ വചനം ചെന്ന് ക്രിയ ചെയ്യും. അത് വിദേശത്തോ സ്വദേശത്തോ ഉള്ള തലമുറ ഏതൊരു വിഷയത്തിൽ ഭാരത്തോടിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ നിന്ന് വചനം കേൾക്കുമ്പോൾ അതിവേഗത്തിലോടുന്ന വചനം അവിടെ ചെന്ന് ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. ആരെങ്കിലും ഹോസ്പിറ്റലിൽ അത്യാവശ്യം നിലയിൽ ഐസിയുലോ വെന്റിലേറ്ററിലോ കിടക്കുക, മരണത്തെ കണ്ടു കിടക്കുക, മരണമുഖം കണ്ടു കിടക്കുക, മരണഭാഷകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിച്ച് നീ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. ഈ വചനം അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന തിരുവചനം ഇന്ന് രാത്രി ക്രിയ ചെയ്തുകൊണ്ടിരിക്കുക. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് വചനം കൊടുക്കുക. അതിവേഗത്തിൽ ഓടുന്ന വചനം ഈ രാത്രി വീട്ടിൽ ചെല്ലട്ടെ, നീ ഉൾപ്പെട്ടിരിക്കുന്ന സഭയിൽ ചെല്ലട്ടെ, ദേശത്ത് ദൈവത്തിന് ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. പരിചയപ്പെടുത്തി മറന്നു പോകരുത്. 2, ഇവരെ വന്ന് അഭിനന്ദിച്ചു കേട്ടോ. കർത്താവ് അഭിനന്ദിക്കും. 13-ാം വാക്യം വായിക്കേ. നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനമുള്ളവരെന്നും ഞാൻ അറിയുന്നു. അടുത്തത്, നീ എന്റെ നാമം
വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്ങനെയുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. രണ്ട് കാര്യങ്ങൾ അഭിനന്ദിച്ചു. ഒന്ന്, നീ എന്റെ നാമത്തെ മുറുകെ പിടിച്ചു, അഭിനന്ദനം. രണ്ട്, അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ വിശ്വാസം, അത് അഭിനന്ദനമാണ്. എന്റെ പ്രിയരെ, എല്ലാവർക്കും വിട്ടേക്കായി ഇങ്ങോട്ട് വന്നത് ഈ വിശ്വാസം നീ ഗ്രഹിക്കരുത്. മനസ്സിലായോ? അപ്പനും വല്യപ്പന്റെ അപ്പനും ഒക്കെ പെന്തിക്കോസിന് ആദ്യം വന്നപ്പോഴേ പലതും വേണ്ടാന്ന് വന്നത്. ഇപ്പൊ 2, 3, 4 തലമുറയായപ്പോ മൂപ്പിലാ വേണ്ടാന്ന് വെച്ചതെല്ലാം കൊച്ചുങ്ങള് പ്രാർത്ഥിച്ച് എടാ പൊട്ടൻ പെന്തിക്കോസിനാരാ, നിന്റെ വല്യമ്മ തള്ള കെട്ടുകാരി പൊട്ടിച്ച ഇടികൊണ്ടാണല്ലയാ. നിനക്കിപ്പം 2 പുത്തം കിട്ടിയപ്പോ നീ നിന്റെ കൊച്ചുങ്ങളും ഇടികാമണി നോക്കിക്കോണ്ട് പറയുന്നത് പറ. മുന്നോട്ട് ഞാൻ നിങ്ങളെ കൂടെ പറയാനേ പറയണം, നമ്മൾ പറയരുതാണോ? പറഞ്ഞേ പോകുള്ളൂ. മാരെടുത്ത് അങ്ങോട്ടിട്ടൊന്നല്ലേ പറഞ്ഞ അതെന്തല്ലേ പറഞ്ഞേ? ഇപ്പോഴോ അതോടെ പറഞ്ഞ അതോടെ വിശ്വാസം ധരിക്കരുത്. പണ്ടേ ദൈവത്തിന് ഭാഗത്താണ്. പണ്ട് പെന്തിക്കോസുകാർ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കുകയല്ല. വെഡിങ് ആനിവേഴ്സറി ഇല്ല. സപ്തമി ഷട്ടിന്റെ കുന്തം മുമ്പിലേക്ക് 70, തള്ളക്ക് 60, രണ്ടിനെയും കൂടെ കസേര കൊണ്ടിരുത്തിയച്ച് കേക്ക് മുറിച്ച് തള്ളയുടെ വായിലോട്ട് വെച്ച് വിടുന്ന അങ്ങോട്ട് നല്ല തള്ള വെച്ചിട്ട് മൂക്കിനകത്ത് കയറി. അവിടെ തള്ളക്ക് വിളവിന്റെ അസുഖമുള്ള അതിനെ പറയുന്നത് ഇംഗ്ലീഷിൽ ശിവരിന് വേറൊരു ദീനമുണ്ട്. അതാണ് അതാ ഞാൻ പറഞ്ഞാൽ വഴി കൊടുത്ത് പറഞ്ഞു. വിശ്വാസം ധരിക്കരുത് കേട്ടോ. സ്തോത്രം, 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 സ്തോത്രം. സിനിമയ്ക്ക് പോകുന്ന പറഞ്ഞ് അത്രശപ്പെടുത്തില്ല. ഇപ്പൊ വീട്ടിൽ തന്നെ ടി വി വെച്ചത് കുത്തിയിരുന്നു. പണ്ട് പലിശയ്ക്ക് കാശ് കൊടുക്കുകയല്ലായിരുന്നു. ഇപ്പോഴോ എന്തായാലും മരുന്ന് വാങ്ങി കഴിച്ച പോലെ ഇരിക്കുന്നത്. ബാങ്കുകൾ, ചിട്ടികൾ, കമ്പനികൾ ചെയ്യും കളിച്ചോടകൾ. ബാങ്കുകൾ, ചിട്ടികൾ, കമ്പനികൾ ചെയ്യും കളിച്ചോടകൾ. ഒരു കാര്യം പറയാം, ഇവിടുത്തെ 10 പുത്തൻ നിമിത്തം നിന്റെ പ്രമാണവും വിശ്വാസവും ഇവർ ഒരു കസേര വിൽപ്പെന്ന് പറഞ്ഞ് നിന്റെ പ്രമാണവും ഉപദേശവും ധരിക്കണം. വിശ്വാസം വെച്ച് കാപ്പ് കുടിക്കുന്ന പോണ്ട. ഇങ്ങനെ വില കൊടുത്തവരുണ്ട്, ഭക്ഷണം ശ്രമിച്ച വിശുദ്ധന്മാരുണ്ട്, പോരാട്ടങ്ങൾ അനുഭവിച്ചവരുണ്ട്. സ്തോത്രം, ഒത്തിരി പേരുണ്ട്.
ഇതൊന്നും ഇപ്പൊ പറഞ്ഞൊന്നും എല്ലാവർക്കും ഒന്നും അതിന് എന്നോട് എന്നെ പറ്റി പറഞ്ഞു, ഒത്തിരി പറയുന്നുണ്ട്. അതൊന്നും അതിന് വിവരമില്ല. അത് വായി വരുന്നതല്ല. പിന്നെ ഇത്ര വായിച്ചത് പിന്നെ എന്തുവാണ് വായിപ്പിച്ചത്? വായിച്ചതല്ലേ? ഇതൊക്കെ എന്റെ വായിൽ നിന്ന് വരുന്നത്. വാക്കേട്ടിന്റെ കളിയിലല്ലേ വായിച്ചേ? വിശ്വാസം ധരിക്കരുത് കേട്ടോ. എബ്രായത്തിൽ ഒരു പദമുണ്ട്, സമ്പത്തുകളെ അപരാരവും സന്തോഷത്തോടെ ലഭിച്ചു. ഈ വിശ്വാസത്തിന് വേണ്ടിയാ. അപ്പൊ ഇവരെ അഭിനന്ദിക്കും. ഒന്ന്, എന്റെ നാമം മുറുകെ പിടിച്ചു. വിശ്വാസം എന്തുവായി? വിശ്വാസം നമ്മുടെ വിശ്വാസത്തിന്റെ വിശേഷതയല്ല. 120 അതുള്ള വാക്യമല്ലേ? 120. നമ്മുടെ വിശ്വാസം എല്ലാവരുടെയും വിശ്വാസം പോലെ അല്ല. ഇത് അതിവിശുദ്ധ വിശ്വാസമാണ്. അതിനാ ലോകത്തിലുള്ള എല്ലാവരും വിശ്വാസികളാ. എല്ലാവർക്കും വിശ്വാസം. നിരീശ്വരവാദികൾ അവരാ കൂടുതലും വിശ്വസിക്കുന്നവര്. നമ്മളെല്ലാം വിശ്വാസം നിരീശ്വരവാദില്ല. കേട്ടിപ്പോകുന്ന ഇടമറിഞ്ഞിലുമൊക്കെ അവരുടെ വിശ്വാസം ദൈവം ഇല്ലെന്ന. അങ്ങനെ തന്നെ അന്ത്യം ദൈവം ഭയങ്കര വിശ്വാസം. നമ്മുടെ ദൈവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് പറയാൻ ചിലപ്പോൾ ഓർക്കും ദൈവം ഉണ്ടോ ഉണ്ടെന്ന് പറയുന്ന നമ്മൾ ഇടയ്ക്ക് പറയാം. ചിലപ്പോൾ ഞാൻ ചില വിഷയങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ദൈവം അവരങ്ങനെ ഓർത്തുകൊണ്ടും പറഞ്ഞിട്ടുണ്ട്. ലോകത്തിലെ കഴിഞ്ഞ ദിവസം നിൽക്കുന്നവർ വിശ്വാസികളാണ്. അവര് ഭക്തരാണ്. ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാരുണ്ട്, വിശ്വാസമുള്ളത് കൊണ്ടാണ് പോകുന്നത്. അയ്യപ്പൻ ദൈവമാണെന്നുള്ള വിശ്വാസത്തിന് ആഗ്രഹം കൊണ്ട് പോകുന്നു ഇല്ലേ? അവർ വിശ്വാസികളാണ്. പണ്ട് ഞാൻ ചൊല്ലിട്ടുണ്ട്, അയ്യനെ നിനക്കെന്നു വധിച്ചുടൻ പയ്യനേരം പുലരുന്ന ശാന്തരെ തൊവിനോട് തിരിച്ചു വടക്കോട്ട് ദൈവമായുള്ളവർ അയ്യപ്പ. അങ്ങനെ പണ്ട് നാമം ചോദിക്കും. അവര് വിശ്വാസികളാണ്. വേളാങ്കണ്ണി പോകുന്ന അമ്മ വിശ്വാസിയാണ്. മക്കൾ പോകുന്നവരും വിശ്വാസികളാണ്. ലോകത്തിലുള്ള സകല മനുഷ്യരും വിശ്വാസികളാണ്. നിരീശ്വരവാദിക്കും വിശ്വാസിയാ, ദൈവം ഇല്ലെന്നുള്ള വിശ്വാസം. പക്ഷേ ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് നമ്മുടെ വിശ്വാസം. എന്താണ് നമ്മുടെ വിശ്വാസത്തിന്റെ വിശേഷത? വിശുദ്ധ വിശ്വാസം. അതല്ല നമ്മുടെ വിശുദ്ധി കൊണ്ട് കിട്ടിയതല്ല, ഇത് വിശുദ്ധനിൽ വന്നത് കൊണ്ടാണ്. ആരാ വിശുദ്ധൻ? സകലത്തിന് ഉന്നതനാകുന്ന യേശു ക്രിസ്തു. അവിടുന്ന് മാത്രമാണ് വിശുദ്ധൻ, അവിടുന്ന് മാത്രമാണ് യോഗ്യൻ. അവൻ അവിടുത്തെ തുല്യമായിട്ട് ആരുമില്ല. ആ വിശുദ്ധനിൽ ലഭിച്ച വിശ്വാസം. ഈ വിശ്വാസം ധരിക്കരുതെന്നായി പറഞ്ഞത്. അതെ, ഉപദേശമൊന്നും മാറ്റരുതേ, പ്രമാണമൊന്നും മാറ്റരുതേ, കസേരയ്ക്ക് കാശിന് അത് നിന്നൊക്കെ തരാന്ന് മോഹനമാക്കുവാനും ചെയ്യുമ്പോഴേ ഉപദേശമൊന്നും മാറ്റരുത്. വിശ്വാസം ധരിക്കരുത്. അഭിനന്ദനം. കർത്താവ് അഭിനന്ദിച്ചു. ഒന്ന് പരിചയപ്പെടുത്തി. 2 അഭിനന്ദനം ഓടിച്ച് അവസാനിപ്പിക്കാം. 3 ആക്ഷേപം. എന്തുവാ ആക്ഷേപം? 14-15 വാക്യം. ഉണ്ട്. അതെന്തുവാ? ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പണം തിന്നേണ്ടതിന് ദുർനടപ്പ് ആചരിക്കേണ്ടതിന് അവർക്ക് ഇടത്ത് വച്ചു കൊടുക്കാൻ ബാലാക്ക് നിർദ്ദേശിച്ചു കൊടുത്ത ബിലിയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്ന നിനക്കൊണ്ട് അടുത്ത വാക്യം വായിച്ചു. അവണ്ണം നിക്കലോവിയുടെ ഉപദേശവും രണ്ട് ഉപദേശക്കാരൻ ഇപ്പൊ നടക്കാത്ത കേൾക്കുന്നു. ഒന്ന് ബിലിയാമിന്റെ ഉപദേശക്കാരനുണ്ട്, നിക്കലോവിയ ഉപദേശം എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് എന്ത് ചെയ്താലും കുഴപ്പമില്ല, ആത്മാവ് രക്ഷപ്പെട്ടില്ലയോ. കുടിക്കാൻ വലിക്കാം, ആടാം പാടാം. പണ്ടൊരു പാട്ട് വന്ന ആടാം പാടാം. നല്ല രാജ്ഞരായതുകൊണ്ടൊന്നും അറിയത്തില്ലല്ലോ. പണ്ടൊരു പാട്ടുള്ള നിനക്ക് അറിയത്തില്ലെന്ന് എനിക്കറിയാം. ഇവിടെ വന്ന് എല്ലാം ആകുമെന്ന് സഭയ്ക്കകത്തെ ഇച്ചിരി കുടിക്കാൻ, ഇച്ചിരി വലിക്കാൻ, കണ്ടമാനം വലിച്ചും ചുമക്കരുത്. 2 പോകാം. പണ്ട് കാര്യത്തിലൊക്കെ പോകാൻ ചേട്ടാ പോകാൻ ഉടനെ പറഞ്ഞ് കൊള്ള ഈ തണുപ്പത്ത് സെൻട്രൽ പാസ് വരാൻ വലിച്ചു വന്നു. അവന്റെ ഭാഷയാണ്. അവൻ പറഞ്ഞ കാര്യമാണ്. അതിപ്പോ അത് സഭയ്ക്കകത്ത് വന്നല്ലോ. എന്തും ഇച്ചിരി ഇച്ചിരി കുടിക്കാം, സാക്കട്ടെ കുടിക്കരുത്. പിറ്റേന്ന് സൺഡേ വലിയ ഒന്നും പറയുന്നില്ല. ഞാന്
എല്ലാം ഇച്ചിരി ചെയ്യാം, കൺട്രോൾ വിടരുത്, എല്ലാം ഇച്ചിരി ആകാണ്. അതാണ് നിക്കലോവിയുടെ. ആരാ നിക്കലോവിയൻ? ഇവരെ പണ്ട് തെരഞ്ഞെടുത്തവനാ. 7 പേരിലെടുത്തനാണ് നിക്കലോവിയൻ. 6-ാം അധ്യായത്തിന്റെ 1 മുതൽ പഠിക്കുമ്പോൾ ആ കാലത്ത് ശിഷ്യന്മാർ മെഡിക്കൽ വരുമ്പോൾ സ്ത്രീകളെ സഹോദരിമാരെ ദിനപ്രതികളെ ശുശ്രൂഷയെ ഉപേക്ഷയായിട്ട് വിചാരിക്കുമെന്ന് തർക്കമുണ്ടായി. അപ്പോൾ വിഷയം പത്രോസിന് എടുത്തു വന്നു. പത്രോസിന് പറഞ്ഞു, ഇപ്പൊ വളർത്തുന്നവരാരും വിളമ്പണ്ട, പീറ്റർജാനൊക്കെ വിളമ്പിയപ്പോ പത്രോസ് പറഞ്ഞ് ആശ്രയിക്കേണ്ടതാണ്. ദൈവവചനം ഉപേക്ഷിച്ച് മേഞ്ചമേൽ ചുറ്റുന്ന ഞങ്ങൾക്ക് വീതമല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ നിന്ന് നല്ല ജ്ഞാനവും നല്ല സാക്ഷ്യവും പരിശുദ്ധാത്മാവുള്ള 7 പേരെ തെരഞ്ഞെടുക്കുക. അവര് മേഞ്ചമേൽ ചുറ്റൂട്ടിട്ട് ഞങ്ങളോ പ്രാർത്ഥനയിലും വളരെ ചുറ്റൂട്ടിലും ഉദ്ധരിക്കും. അതിന് ശേഷം 7 പേരെ തെരഞ്ഞെടുത്ത് വായിച്ചേ. 7 പേരുടെ പേര് വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിൽ ഈ വാക്ക് കൂട്ടത്തിനൊക്കെ ബോധ്യമായി വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തെഫാനോസ്, ഫിലിപ്പോസ്, നിക്കാലോസ്, തിമോൻ, പർമനാസ്, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോളവോസ്, ഇവരെ പരിശുദ്ധാത്മാവും വിശ്വാസവും അവൻ പ്രതിയാക്കിയുള്ളവനായിരുന്നു. തെരഞ്ഞെടുത്തപ്പോ ഇവര് സ്ഥാനത്ത് കയറിയപ്പോ അങ്ങനെ തലത്തിൽ കസേര കിട്ടി കഴിയുന്ന കാലളവുമല്ലോ. അതുവരെ ഇങ്ങനെ മമ്മിയിരിക്കും. കിട്ടിക്കഴിയുമ്പോ പിന്നെ സംസാര രീതി എല്ലാം വ്യത്യാസമാണ്. അത് പണ്ട് ഞങ്ങളുടെ അടുത്ത് നമ്മൾ ഒരാഴ്ച പോയി തിരിച്ചു വന്നപ്പം അവന്റെ അമ്മ ചോറ് വളർന്നു കൊടുക്കുക. പഴയ വീടില് ഈ കർത്തട്ടി ചേർത്തവി മംഗലമൊക്കെയാ. അപ്പൊ ഇവർ തമിഴ്നാട്ടിൽ പോയിട്ട് ഒരാഴ്ച അവിടെ കറങ്ങി അടിക്കേറ്റ് വന്നേ. അപ്പൊ അങ്ങോട്ട് ഇരുന്നപ്പം അമ്മ ചോറ് വളർന്നു പിന്നെ അമ്മ വിളിക്കുക, താഴെ കുളം പൊളിക്കാം. അത് പറഞ്ഞാ ഒറ്റ അധികം നടന്ന് അതുണ്ടാക്കണം. ബിരിയാണിനെ ആൾക്കാർ വിളിക്കാൻ അങ്ങോട്ട് എന്നപ്പോ പറഞ്ഞു, കേട്ടോ അവർക്ക് ഭയങ്കര പ്രതിഷ്ഠക്കാരനാണ്. എന്തുവാ പ്രതിഷ്ഠ? പുള്ളി പറഞ്ഞൊരു പദമുണ്ട്. സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിന്റെ 12-ാം വാക്യമാണെന്ന് തോന്നുന്നു. വായിച്ച 12 ആ വാക്യം. ദൈവം ബിലയാമിനോട് നീ വായിച്ചേ. ബിലയാം ബാലാക്കിന്റെ ഭൃത്യന്മാരോട് ബാലാക്ക് തന്റെ ഗൃഹം നിറച്ചു എനിക്ക് വെള്ളിയും പൊന്നും തന്നാലും എന്റെ ദൈവമായ യഹോവയുടെ കൽപ്പന ചെയ്യുവാൻ എനിക്ക് കഴിയുന്നതല്ല. വാക്യം വായിച്ചവർക്ക് പുള്ളിക്ക് കാശിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലെന്ന്. പക്ഷെ പുതിയ നിയമത്തിൽ 3 സ്ഥലത്ത് പുള്ളിയുടെ ഹാത്ത് സ്കാൻ ചെയ്തപ്പോ കൂലി കൊതിച്ചില്ല. പുൽപ്പിറ്റും മൈക്കും ഒക്കെ കിട്ടി ശരി കിട്ടുമ്പം തീരുമാനം അടിച്ചാ പോലെ. നിങ്ങൾ കൂട്ടു നോക്കുന്നേ. ഞാൻ എന്നെയും കൂടെ പ്രതിജ്ഞയാക്കിയ സ്റ്റേഡിയത്തിൽ പ്രസംഗിക്കുക അകാപ്പെ സ്വന്തം അനിയനോട് നിന്നിട്ട് എത്ര വർഷമായി? അപ്പൊ ഒരാൾ പറഞ്ഞു അകാപ്പയുടെ ആകെ പേയാക മരിച്ചു കിട്ടുമ്പോ പറഞ്ഞാൽ പോരാ. ഞാൻ എല്ലാം കൂടെ പ്രതിജ്ഞയാക്കി ഞാൻ പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിലും അത് പ്രവർത്തി കൊണ്ടുവരണം. ഈ വാക്യം കേട്ടവർക്ക് മിലിയാമിന് കാശിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല. പക്ഷെ ഇവന്റെ അകത്ത് മുഴുവൻ ദ്രവ്യാഗ്രഹത്തിന്റെ ഊഷകബുദ്ധി കുമിഞ്ഞുകൂടിയിരിക്കുക. അത് സ്കാനിങ് തെളിഞ്ഞു കൂലി തന്നിട്ടില്ല. എങ്ങനെയാലും 10 മുത്തൻ ഉണ്ടാക്കണം. ദൈവദാസന്മാര് ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവമക്കൾ തരികയും മാനിക്കുകയും അത് തെറ്റെന്ന് മെതിക്കുന്ന ഒരാൾക്ക് ഒന്നും പാടില്ല. ഈ ആടിനെ കൊണ്ട് ജീവിക്കുന്നവൻ അതിന്റെ ഭാഗം കൊണ്ടുപോയിരിക്കുന്ന പ്രമാണമാണ്. പക്ഷെ ഒരുത്തനെ ചതിച്ചും വഞ്ചിച്ചും സൂത്രം ചെയ്തും ആക്ഷേപിച്ചും അവൻ കുതികാല് വെട്ടി അവൻ സൂത്രവെട്ടി നീ വല്ലതും ഉണ്ടാക്കിയ ഇതൊന്നും ശരിയല്ല. ചേട്ടനെ അനിയന്റെ വസ്തു അവഗണിച്ചെടുക്കുന്ന മിടുക്കന്മാരുണ്ട്. അപ്പൻ ജാനാറായപ്പോ കൈ പിടിച്ചമ്മക്ക് കളയാതെ ഉണ്ട് മിടുക്കന്മാരുണ്ട്. ഇതിന്റെ കൈ വെടിപ്പായിരിക്കണം. ബിലിയാമിന്റെ ഉപദേശം അതാ ആക്ഷേപം വിവരിക്കുന്നില്ല. ഒരു പ്രതിഫലം പറഞ്ഞ കൂട്ടത്തിൽ 17 ജയിക്കുന്നവരെ ഞാൻ
മന്ന കൊടുക്കും. ആ മന്ന മറ്റൊന്നുമല്ല, നസറേയനാകുന്ന യേശു ക്രിസ്തുവാ. മറഞ്ഞിരിക്കുന്ന മന്ന. ഈ മന്നയുടെ വിശേഷതമാണ് എന്റെ വാക്ക് നിർത്തുക. മന്ന ക്രിസ്തുവിന് നൽകല. ഒന്ന്, ഇത് ഉയരത്തിൽ നിന്ന് പൊടിഞ്ഞു വീണതാണ്. ഉയരത്തിൽ നിന്ന് വന്ന ഒരുവനേ ഉള്ളൂ, നസറേയനാകുന്ന യേശു. ബാക്കി സകല ആൾക്കാരും താഴെ മേളിലോട്ട് പോകുകയും പോകാൻ ചെയ്യുമ്പോൾ സ്വർഗം വിട്ടിറങ്ങി വന്ന ഒരുവനേ ഉള്ളൂ, നസറേയനാകുന്ന യേശു. ഈ മന്ന യേശു ക്രിസ്തുവിന് നൽകല. രണ്ട്, ഈ മന്ന ചെറുതാ, കൊത്തമ്പാനരി പോലെ ചെറുതാ. ഞാനെപ്പോഴും പറയുന്നത് പറഞ്ഞാൽ വലിയവനായ ദൈവം ഈ അണ്ടകടാകത്തെ നിർമ്മിച്ച സർവശക്തനായ ദൈവം ഈ ബ്രഹ്മാണ്ടം കോടി 9 കോടിയോട് 30 ലക്ഷം മൈൽ അമ്പലത്തുമാർ അകലത്തിലാണ് അക്ഷരം പ്രേക്ഷകർ എണ്ണിട്ടുള്ള നക്ഷത്രമാകുവാൻ സൂത്രമായ 60 കോടി എന്നറിയണം. ഭൂമിയിലും മടങ്ങിലും ഭാഗവൻ ബൃഹസ്പതി 8 ചന്ദ്രന്മാരുടെ 12 ലക്ഷാധികമെന്ന ഭൂഗോളവിന്യാസം സഹസ്രാഷ്ടകമായി കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ വാരി വതറിയിട്ടില്ല കൂട്ടിമുട്ടാതെ ആ കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ നിർമ്മിച്ച ദൈവം ഈ ഭൂമി മറ്റൊരു നക്ഷത്രത്തിൽ പോയി മറ്റൊരു സ്ഥലത്ത് പോയി നോക്കിയാൽ ചെറിയ പൊട്ട. ആ ചെറിയ പൊട്ടാകുന്ന ഭൂമിയിൽ 4-3 ഭാഗവും വെള്ളം, ഒരു ഭാഗം ആ കര. ആ കരയിൽ തന്നെ വലിയ വലിയ രാജ്യങ്ങൾ ഇങ്ങനെ കിടക്കുക. അതിനിടയ്ക്ക് ഒരു പൊട്ടുപോലെ ആ പലസ്തീൻ. ആ പലസ്തീനിൽ എന്റെ ചിന്തയാണ്, എന്റെ ഭാഷ, ഒരു ചെറിയ ഗ്രാമം. ആ ചെറിയ ഗ്രാമത്തിൽ ഒരു ചെറിയ വീട്. ആ ചെറിയ വീട്ടിൽ ഒരു ചെറിയ പെൺകുട്ടി. ഒരു ഉദ്ദേശം പറയാ, 6 പൊക്കല്ലാണെന്ന് തോന്നുന്നില്ല, 5-5.5 ആയിക്കോട്ടെ. ഒരു പെൺകുട്ടി. സാധാരണ നാട്ടിലൊരു ചൊല്ലുണ്ട്, ഒഴിച്ചാൻ വയറ്. അത് ആ പെൺകുട്ടിയുടെ ഒഴിച്ചാൻ വയറ്. ഇതിനകത്ത് ഒരു ഗർഭപാത്രം, ഒരു ചെറിയ ഗർഭപാത്രം. അതിനകത്ത് ഈ വലിയവനായ ദൈവം എന്തെങ്കിലും നിന്നെ രക്ഷിപ്പാൻ ഉരുവായി. അതായി മല്ല. എന്റെ പ്രിയരെ, ഇങ്ങനെയുള്ള വലിയവനായ ദൈവം എന്നെ നിന്നെ രക്ഷിപ്പാൻ ചെറുതായി നമുക്കൊന്ന് ചെറുതായാൽ എന്നാണ്. ഞാൻ എന്നെ പ്രതിജ്ഞ ചെറുക്ക് സ്ഥാനവും മാനവും കമ്മീഷനിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മിണ്ടാൻ പോലും കക്ഷത്തിൽ ഇഷ്ടിക വെച്ചപ്പോഴാണ് നടക്കുന്നത്. വലിയ പാവം. ഒരു ഊറയില്ലാതെ തെണ്ടി നടന്നവനല്ല. കർത്താവിനെ കണ്ടതുകൊണ്ടല്ലേ നീ നല്ല മുടി കൊടുത്തത്. നിനക്കൊരു വണ്ടി കിട്ടി, എല്ലാവർക്കും വണ്ടി കിട്ടട്ടെ. നിനക്കൊരു കുട്ടി സൈക്കിൾ ഉണ്ടായിരുന്നു. പണ്ട് കൊട്ടാരക്കര കാറ് പോയപ്പോ നീ അതിന്റെ പുറകെ ഓടിയതാണ്. അവസാനം പൊടി അടിച്ച് തുണിയാച്ച് നീ തിരിച്ച് വീട്ടിൽ. ഇപ്പൊ പറഞ്ഞ ഡാഡി മട്ടനെ യൂസ് ചെയ്യുള്ളത് ഇപ്പൊ കുട്ട ചുട്ടുന്നവനാ. വലിപ്പഭാവം ഞാൻ നിർത്തണം. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഞാൻ എന്നെ പ്രതികാരിയായി പറയണേ. ചില വലിയ വലിയ പ്രസംഗങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൈപോലും കൊടുക്കില്ല. ഞാനൊരാളെ കണ്ട് വേറൊന്നും പറയുന്നില്ല. ചിലപ്പോ ഞാൻ പറഞ്ഞു, അച്ഛാ പ്രൈസലോ, രണ്ടുപേരുണ്ട്. സത്യം പറഞ്ഞാൽ സങ്കടവുമായി. പിന്നെ ഓട്ടെ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മൾ വേറെ പുള്ളി അച്ഛനും പുള്ളിക്ക് ഒരു വരില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി അയാളെക്കാൾ എന്നോട് ഇച്ചിരി താല്പര്യം. എനിക്ക് 2 പുള്ളി കൊന്നേ. വേറൊരു ഭാവം പിടിക്കാൻ വന്നപ്പോ പുള്ളി ഒന്നും കൊടുത്തില്ല. എന്തോ ഭാവമാണ്. വലിയ വലിയ പൊസിഷനിൽ ഇരുന്നവരെ ഇപ്പൊ മൈൻഡ് ചെയ്യുന്നില്ല പലരും. ഇതൊക്കെ കണ്ടുപഠിക്കണം. കുറ്റം പറഞ്ഞതല്ല, കണ്ടുപഠിക്കണം. ഓവർസിയറാ, സൂപ്രണ്ടാ, പ്രസിഡന്റാ, ജനറലാ, വൈസാ, എന്താ ഒരു കുഞ്ഞുങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല. ഇതേ ഉള്ളു ഇവിടുത്തത്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ പലവും കൂടെ ചേർത്ത് പറയാം. എളിയാതെ ഭയപ്പെടരുത്, ഒന്ന് വിനയപ്പെടരുത്. ഈ അന്തകടാകത്തെ നിർമ്മിച്ച ദൈവം എന്നെയും നിന്നെ രക്ഷിപ്പാൻ ചെറുതായി നമുക്കൊന്ന് ചെറുതായാൽ എന്താ നമുക്ക് ചെറുതായാൽ? അയ്യോ അങ്ങോട്ടൊക്കെ കൈ കൊടുക്കണം. അതിനല്ല ചില സ്ത്രീകൾ കൊണ്ട് വലിയ ഭാവമുള്ളത് മാസമായി ഞാൻ കണ്ടോണ്ട് നിൽക്കുക. കാറിൽ നിൽക്കുക, ഒരു കണ്ണടയൊക്കെ വെച്ച് മുടിയെല്ലാം ടെമ്പോയിൽ കച്ചു കൊണ്ടുപോകുമ്പോൾ മുൻപെവിടോ ഇരുന്ന സഭയിലെ 2 സഹോദരിമാര് വന്ന് അമ്മാമയെന്ന് പറഞ്ഞു. എല്ലാവരും അങ്ങനെയാണല്ല കേട്ടോ, എല്ലാവരും അങ്ങനല്ലേ. അമ്മാമയെന്ന് പറഞ്ഞു അങ്ങോട്ട് വന്നപ്പം ഈ പേരൊന്നും പറയുന്നില്ല. അതുങ്ങളുടെ ഭാവത്തിന് അമ്മാമ എന്തോ വലിയ വിഷയം എന്താ വലിയ ഭൗതിക കണ്ടോണ്ട് നിൽക്കുക. ഇച്ചിരി കഴിഞ്ഞപ്പോ പിടിപ്പുള്ള വീട്ടിൽ 2 പെണ്ണുങ്ങൾ വന്നു.
ഭാര്യ പറഞ്ഞെങ്കിലും കൊടുത്തു. പക്ഷെ ഇവള് ഞാൻ അങ്ങോട്ട് വിളിച്ചത് ഒത്തിരി കുഴലത്തികളൊക്കെ ഉണ്ടെന്നാണ്. സ്തോത്രം. ഇപ്പോൾ ഞാൻ നിങ്ങൾ പറയും ഇതാ ഇയാളെ വിളിക്കാത്തെന്ന്. വിളിക്കണ്ടടാ, പോ നിന്റെ പണി നോക്കെ. വലിപ്പഭാവമെല്ലാം നിർത്ത്. ഞാൻ വലിയ പുള്ളിയാ, ഞാൻ വലിയ ആളാണ്. ഇല്ലില്ല, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും വിശ്വാസം വലിയവനായ ദൈവം എന്നെ നിന്ന് രക്ഷിപ്പാൻ ചെറുതായിട്ട് അവതരിച്ചു. ഹലോ, മഞ്ഞ ഒന്ന് മേലിന്ന് വന്നു, രണ്ട് ചെറുത്, മൂന്ന് വാലിൽ തുറക്കുമ്പോ വാതിന്റെ മഞ്ഞ. ദൂരോട്ടൊന്നും പോകണ്ട, രക്ഷന്റെ വാതിലല്ല. കിഴക്കോട്ട് പോകണ്ട, പടിഞ്ഞാട്ട് പോകണ്ട, തെക്കോട്ട് പോകണ്ട, വടക്കോട്ട് പോകണ്ട. മഞ്ഞ വാതിലുണ്ട്. മഞ്ഞ യേശുക്രിസ്തുവിനല്ല, രക്ഷന്റെ സമീപത്താണ്. ഇന്ന് രാത്രി 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട. ഇരിപ്പിലിരുന്ന് ഒറ്റ വാക്ക് പറ, യേശുവേ ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കും. രക്ഷന്റെ വാതിലല്ല. മാത്രമാണോ മഞ്ഞ ദൈവത്തിൽ ഒരേ ഇടിച്ചോ കളഞ്ഞിട്ടുണ്ട്. ഇടിച്ച് ആ തടസ്സമന മുതൽ ഇടികൊണ്ട് ഇടിച്ചും പൊളിച്ചും ഇടിച്ചും പൊളിച്ചും ഇടിച്ചും പൊളിച്ചും വന്നവനെല്ലാം കയറി ഇടിച്ചു, കണ്ടവനെല്ലാം കയറി പൊളിച്ചു, അടിച്ചും ഇടിച്ചും പൊളിച്ചും നമുക്ക് വേണ്ടി ആ ഒരു സ്വപ്നം പൊടിയപ്പെട്ടവൻ, ഇടിക്കപ്പെട്ടവൻ, ഇടിയേറ്റവൻ ഇന്ന് രാത്രി യേശുക്രിസ്തുവിന് ഒടുവിൽ ഈ മഞ്ഞ രാത്രിയിലായിക്കൊണ്ട് പൊഴിയുന്നത് വെറുതെ പൊഴിയല്ല, മഞ്ഞിൽ പൊതിഞ്ഞ മഞ്ഞയാ. ഇന്ന് രാത്രി പറഞ്ഞെത്താം, മഞ്ഞ ക്രിസ്തുവിനും വചനത്തിനും നിലയ, മഞ്ഞ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിലയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് നിറവിൽ ദൈവത്തിന്റെ വചനം ആസ്വദിക്കുകയും കൈക്കൊള്ളുകയും ആരാധിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവര് ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, മറഞ്ഞിരിക്കുന്ന മഞ്ഞ തരുന്നൊരു ദിവസമുണ്ട്. ഇന്ന് രാത്രി എല്ലാവരും അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്, ജയിക്കുന്നവന് മറഞ്ഞിരിക്കുന്ന മഞ്ഞ കൊടുക്കും. ഇന്ന് രാത്രി പ്രത്യാശയോടെ ദൈവത്തെ അല്പസമയം മഹത്വപ്പെടുത്തിയാണ്. എല്ലാവരും എഴുന്നേറ്റ് പാടാൻ ഞാൻ പറയത്തില്ല, കാരണം പോകും. ഇരുന്നോണ്ട് പാടിയാൽ മതി. പഴയ പാട്ടിന്റെ 2 വരി. എന്നും നീ വന്നിടും എന്റെ മണ്ണമല്ല നിന്നെ കണ്ടു എന്റെ ആശ ഞാൻ എന്റെ എല്ലാ കർത്തദാസന്മാർക്കും ഈ വിഷയത്തിലുള്ള ബഹുമാന്യ ദൈവദാസന്മാർക്കും ദൈവകുഞ്ഞുങ്ങൾക്കുമെല്ലാം നന്ദി. ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും. പോകുന്നത് 1 മിനിറ്റ് ഒക്കുന്നെങ്കിൽ ആ കരങ്ങളൊന്ന് വീശി ദൈവത്തെ ബന്ധപ്പെടുത്തിയാട്ടെ.
രക്ഷിക്കുന്നു, യേശുക്രിസ്തു ഭാവികളെ രക്ഷിക്കുന്നു, യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു, യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. യേശുക്രിസ്തു രാജാതി രാജാവ് വേഗം വരുന്നു, യേശുക്രിസ്തു രാജാതി രാജാവ് വേഗം വരുന്നു. ഒഴുകിക്കൊള്ളുക, ഒഴുകിക്കൊള്ളുക, ഒഴുകിക്കൊള്ളുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവർക്കും ശാന്തമായിട്ട് നിൽക്കാം. ഈ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ചവർക്ക് ഒരിക്കലും നന്ദി. കർത്താവിന്റെ വരവിനായി ഒരപേക്ഷ. ദൈവത്തെ